ആക്രമണം അവസാനിപ്പിക്കാൻ ഇന്ത്യയോട് യാചിച്ച പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ നൽകണമെന്ന ശുപാർശയുമായി രംഗത്ത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയതിന് എന്നാണ് വിശദീകരണം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ ഇന്നലെ വാർത്തയായി നൽകിയതാണ്. അതിൽ യാചിച്ചു ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഈ വിഷയത്തിൽ എങ്ങനെയാണ് തങ്ങൾ ഇടപെട്ടത് എന്നത് അവകാശവാദമായി ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പുതിയതായി പറയുന്ന കാര്യം എന്താണ്? ഒരു നൊബേൽ സമ്മാനം നൽകണം, അതിനർഹനാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണോ? അനുജ, ഇത് 2 ദിവസം മുമ്പ് തന്നെ ഇതിന്റെ സൂചനകൾ തന്നിരുന്നു. 2 ദിവസം മുമ്പ് പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ അമേരിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു. US പ്രസിഡന്റിന്റെ വിരുന്നിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഈ നൊബേൽ സമ്മാനം നൽകണം, നൊബേലിന്റെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകണം തുടങ്ങിയ സൂചനകളൊക്കെ നൽകിയിരുന്നു. അത് അമേരിക്കയുടെ തന്നെ ഈ വിരുന്ന് സർക്കാരത്തിന് ശേഷം അമേരിക്കയുടെ സ്പോക്സ് പേഴ്സൺ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. 2026 നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് ട്രംപിനെ ശുപാർശ ചെയ്ത് എന്നുമാണ് ആ കാര്യം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഈ ഒരു സംഘർഷം അത് വലിയൊരു യുദ്ധത്തിലേക്ക് മാറാതിരിക്കാൻ അതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. മാത്രമല്ല 2 ന്യൂക്ലിയർ ശക്തികൾ, ആ ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള യുദ്ധം അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇടയായ സാഹചര്യമായിരുന്നു. പക്ഷേ ട്രംപിന്റെ നിർണായകമായ ഇടപെടലുണ്ടായി. ആ ഇടപെടൽ കാരണമാണ് അതിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ 2026 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ട്രംപിന് നൽകണം എന്തായിരുന്നു അവരുടെ ശുപാർശ. ഇക്കാര്യത്തിൽ ട്രംപും ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് അമേരിക്കയിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ്. അതായത് ട്രംപിനെ നൊബേൽ സമ്മാനത്തിലുള്ള നൊബേൽ പ്രൈസിന് അത് ശുപാർശ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അത് താൻ പല രാജ്യങ്ങളുടെയും യുദ്ധത്തിന് അത് വെടിനിർത്തലിന് കാരണക്കാരനായിട്ടുണ്ട്, അതിൽ ഏറ്റവും വലുതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തനിക്ക് 4-5 വട്ടം ഈ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടേണ്ടതായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ ഒരു പ്രതികരണം. ഇത് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യ ഈ നാളുകൾ അത്രയും തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെയാണ് മധ്യസ്ഥതയ്ക്കായി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നിരുന്നു. ഈ മധ്യസ്ഥതയ്ക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായില്ലെന്ന് വാദിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രതികരണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. അത് വളരെ നിർണായകവുമാണ്. ശരി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ നൽകണമെന്ന ശുപാർശയുമായാണ് പാകിസ്ഥാൻ രംഗത്തെത്തിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന തരത്തിലേക്ക് തന്നെയാണിത് പുറത്തു വന്നിട്ടുള്ളതും.